ഇപ്പോൾ അരുൺ നേരത്തെ UDF-ന്റെ ഒരു പ്രതീക്ഷ അരുൺ പങ്കുവെച്ചു കഴിഞ്ഞു. പക്ഷേ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്ന വലിയ ഉത്തരവാദിത്തം ആണല്ലോ ജോയിൽ നിക്ഷിപ്തം ആയിട്ടുള്ളത്. അതാകട്ടെ പൊതുവെ സ്വീകാര്യനായ ഒരു നേതാവ് എന്നാണ് പറയപ്പെടുന്നത്. മണ്ഡലത്തിന് സുപരിചിതനാണ് എന്നും പറയുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഈ 38,000-ന്റെ ഭൂരിപക്ഷം അത് ഇടതു കോട്ടയിലായിരുന്നു നേടിയത്. അത് മറികടക്കാനുള്ള ശേഷി പ്രവർത്തനങ്ങൾ CPIM നടത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ CPM-ന്റെ ഒരു പ്രതീക്ഷ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 7 നിയമസഭാ മണ്ഡലങ്ങളും സ്വന്തമാക്കാൻ കഴിഞ്ഞ ഒരു പ്രതീക്ഷ. സമ്പത്തിന് പകരം വി ജോയി എന്ന് പറയുന്ന തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി തന്നെ സ്ഥാനാർത്ഥിയായി വരുന്ന ഒരു പ്രതീക്ഷ. ഇതൊക്കെ ഏത് തരത്തിൽ സ്വാധീനിക്കുന്നു പ്രചാരണത്തെ? CPM-നെ എല്ലാ കാലത്തും അവർ വിജയിക്കാൻ പോകുന്ന മണ്ഡലങ്ങൾ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മണ്ഡലങ്ങളുടെ കണക്കെടുത്താൽ അതിലാദ്യം വയ്ക്കുന്ന പേരാണ് ആറ്റിങ്ങൽ. കാസർഗോഡും ആലത്തൂരും പാലക്കാടും ഒക്കെ പോലെ ഏറ്റവും സുരക്ഷിതമായ മണ്ഡലങ്ങളിൽ ഒന്നായിരുന്നു ആറ്റിങ്ങൽ. അവിടെയാണ് കഴിഞ്ഞ തവണ അടൂർ പ്രകാശ് എന്ന UDF-ന്റെ കോൺഗ്രസിൻ്റെ നേതാവ് കോന്നിയിൽ നിന്ന് ഇവിടെ എത്തി CPM-നെ ഞെട്ടിച്ചത്. വലിയ ഭൂരിപക്ഷം അത് ലഭിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ നിന്നുണ്ടായത് ഈ വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണമാണ്. അതിനപ്പുറത്തേക്ക് ശബരിമല വിഷയം, അവിടെ ശോഭാ സുരേന്ദ്രൻ എന്ന വോട്ട് ശേഖരിക്കാൻ, വോട്ടുകൾ വാരിക്കൂട്ടാൻ പ്രത്യേക കഴിവുള്ള ഒരു നേതാവിൻ്റെ സാന്നിധ്യം. 2.5 ലക്ഷത്തോളം വോട്ടുകൾ ശോഭാ സുരേന്ദ്രൻ ലഭിക്കുന്നു. ശബരിമല തിരിച്ചടിയാകുന്നു CPM-നെ അവർ വിലയിരുത്തുന്നു. അങ്ങനെ അതെല്ലാം തിരിച്ചടിയായതാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ ആ പ്രതികൂല സാഹചര്യങ്ങളൊക്കെ മാറി നിൽക്കുമെന്നാണ് CPM കരുതുന്നത്. സമ്പത്തിനെതിരെ വലിയ വിരുദ്ധ വികാരം ഒരു തുടർച്ചയായ MP ആയ ആളാണ്. അദ്ദേഹത്തിന് വലിയ വിമർശനങ്ങൾ, എതിർപ്പുകൾ മണ്ഡലത്തിൽ CPM പ്രവർത്തകർക്കിടയിൽ പോലും ഉണ്ടായിരുന്നു. അത്തരം നെഗറ്റീവ്സ് ഇത്തവണ വി ജോയി എന്ന വർക്കല MLA-ക്കില്ല. അദ്ദേഹം 2 തവണ തുടർച്ചയായി വർക്കല MLA ആയ ആളാണ്. CPM ജില്ലാ സെക്രട്ടറിയാണ്. മറ്റൊരു കാര്യം, ജോയി വോട്ട് പിടിക്കുന്ന ഒരു രീതിയാണ്. ജോയിയുടെ നിരവധി പ്രചരണ പരിപാടികളിൽ പങ്കെടുത്ത് അദ്ദേഹം അതിൽ പ്രധാന പ്രസംഗം, ഞാൻ ഇവിടെ വോട്ട് ചോദിക്കുന്നത് ഒരു സ്ഥാനാർത്ഥിയെ മാത്രമല്ല നിങ്ങളുടെ നാട്ടുകാരനായാണ്. നിങ്ങൾക്കൊരാവശ്യം വന്നാൽ ആദ്യം ഓടിയെത്താൻ പോകുന്നത് കണ്ണൂരുകാരനും അടൂരുകാരനുമാകില്ല, ഞാനാണ്. അങ്ങനെ നാട്ടുകാരൻ എന്ന ഒരു പോസിറ്റീവ് കാര്യം കൂടി വി ജോയി തനിക്ക് അനുകൂലമാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ജോയി വളരെ സ്വാധീനമുള്ള ആളാണ്. രാഷ്ട്രീയ സംഘടനാപരമായും അതുപോലെ തന്നെ നാട്ടുകാർക്കിടയിലും ഒക്കെ വളരെ വേണ്ടപ്പെട്ട ആളാണ്. അതുകൊണ്ട് ഇത്തവണ CPM വിജയിക്കുമെന്ന് തന്നെ കണക്ക് കൂട്ടുന്നു. 7 നിയമസഭാ നിയോജക മണ്ഡലങ്ങൾ CPM പ്രതിനിധികളാണുള്ളത്. തദ്ദേശ സ്ഥാപനങ്ങളിൽ വലിയ ഭൂരിപക്ഷം. ആറ്റിങ്ങലിൻ്റെ രാഷ്ട്രീയ സ്വഭാവത്തിൽ കാര്യമായ മാറ്റം വന്നിട്ട് കഴിഞ്ഞ ശബരിമലയൊക്കെ വന്നുകൊണ്ടാണ് ഇത്തരത്തിലൊരു തിരിച്ചടി ഉണ്ടായെന്ന് CPM വിലയിരുത്തുന്നു. ആ കാര്യങ്ങളൊക്കെ മറികടക്കാൻ ആയിട്ടുണ്ടെന്ന് വിലയിരുത്തുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നതോടുകൂടി അത്തരം കാര്യങ്ങളിലൊക്കെ ജനങ്ങൾക്കുള്ള എതിർപ്പ് മാറിയെന്ന് CPM കരുതുന്നു. അതുകൊണ്ട് തന്നെ എന്തു വില കൊടുത്തും ഇത്തവണ ആറ്റിങ്ങൽ വിജയിക്കുമെന്ന് തന്നെയാണ് CPM കണക്ക് കൂട്ടുന്നത്. ഇതുവരെയുള്ള പ്രചരണ പ്രവർത്തനം കൊണ്ടും അവർ വലിയ ആത്മവിശ്വാസമാണ്. ആറ്റിങ്ങൽ ജയിക്കും. ചുരുങ്ങിയ വോട്ടിനെങ്കിലും, അതായത് കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ പിടിച്ച വോട്ടൊക്കെ 2 ലക്ഷത്തോളം വോട്ടാണ്. ആ വോട്ട് CPM-ന്റെ കൂടി വോട്ടാണ്. അതൊന്നും ഇത്തവണ അവിടേക്ക് പോകില്ല. ആ വോട്ടുകൾ മടങ്ങി വരുമെന്ന് CPM ഉറപ്പിക്കുന്നു. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പിന്തുണ അവർ ഇത്തവണ പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ തവണ അതും ഉണ്ടായില്ല. അതും പൂർണ്ണമായും UDF-ലേക്ക് പോവുകയായിരുന്നു. CPM-നൊപ്പം നിന്ന ന്യൂനപക്ഷ വിഭാഗ വോട്ടുകൾ പോലും അങ്ങനെ മാറിപ്പോയിരുന്നു. അതെല്ലാം തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ എന്തുകൊണ്ടും CPM-ന്റെ പ്രതീക്ഷ ആ തരത്തിലാകുമ്പോഴും ഈ ശോഭാ സുരേന്ദ്രൻ പിടിച്ച ആ വോട്ടിൽ വിഹിതത്തിൽ എന്തെങ്കിലും ഒരു കുറവുണ്ടായാൽ അതിലും വലിയ നാണക്കേട്. അത് അരുൺ ഇക്കാര്യം സൂചിപ്പിക്കുമ്പോൾ എനിക്കും വലിയ കൺഫ്യൂഷൻ ഉണ്ടായി. കാരണം അപ്രതീക്ഷിതമായി എത്തിയ ശോഭാ സുരേന്ദ്രൻ 2,42,000 വോട്ട് പിടിക്കുന്നു. അവിടേക്ക് വളരെ കൃത്യമായ ഒരു കേന്ദ്രമന്ത്രി സ്ഥാനാർത്ഥിയാക്കി വോട്ട് കുറയുമോ എന്ന് ഏതെങ്കിലും തരത്തിൽ വോട്ട് കുറഞ്ഞാൽ BJPക്ക് വലിയ ക്ഷീണമാകും. യാതൊരു തർക്കവും. നമുക്ക് ആ